ഓഫർ പ്രൈസിൽ രണ്ട് അടിപൊളി ഫോർച്യൂണർ കേട്ടോ. 2 വീൽ ഓട്ടോമാറ്റിക് 9,50,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. 2012 മോഡൽ നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കേരളത്തിൽ നമ്പറായ വാഹനമാണ് കേട്ടോ. അതേപോലെ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഒരു ഡിഫൻഡർ കളറിൽ സ്പോർട്ടി ലുക്കിലാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയാണ് വരുന്നത്. ടൈപ്പ് 2ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത വാഹനമാണ്. ഒരു ഓഫ് റോഡ് ടൈപ്പിലാണ് കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,75,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുക. ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും പക്ക കണ്ടീഷനാണ്. ഈ വാഹനം നമ്മൾ ഒരു 15 ദിവസം മുന്നേ ഓൾറെഡി സെയിലിട്ടിരുന്നു. അത് അന്ന് തന്നെ അഡ്വാൻസ് ആയിരുന്നു. അവർക്ക് പിന്നെ ഫിനാൻസ് കയറാത്തതുകൊണ്ടാണ് വീണ്ടും നമ്മൾ സെയിലിടുന്നത് കേട്ടോ. ഏകദേശം ഒരു 40% ക്യാഷും തന്നിരുന്നു. പിന്നെ അവർക്ക് കുറച്ച് ക്യാഷ് ഫിനാൻസിലുണ്ടായിരുന്നു, അത് അവർക്ക് കയറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം വീണ്ടും സെയിലിടുന്നത്. ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 70-80% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒരു ഓഫ് റോഡ് ടൈപ്പിലുള്ള ടയർ ഭാഗങ്ങൾ തന്നെ വരുന്നത് കേട്ടോ. ഒരു ഡിഫൻഡറിൻ്റെ കളറിലാണ് ഇത് കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. കളർ ചേഞ്ച് ചെയ്തതാണ്. പിന്നെ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,75,000 കിലോമീറ്റർ മാത്രം കൂടിയ വാഹനമാണ്. ടൈപ്പ് 2ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളിൽ കേട്ടോ. 8,90,000 രൂപയ്ക്ക് 2011 മോഡൽ 4x4 ആണ് തരുന്നത് കേട്ടോ. ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ പുതിയത് ചേഞ്ച് ചെയ്താണ്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ പക്കയാണ്. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു 70% 4 ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലേ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. LED ടൈലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡ് ഭാഗത്തില്ല കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട യാതൊരു ആവശ്യമില്ല. ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങൾ അതേപോലെ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സീറ്റ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ട്. മാറ്റേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത് കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ 2 AC വിൻഡോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഈ മുകളിലത്തെ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ബോഡി കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ബോഡി കാര്യങ്ങളാണ്. അതേപോലെ അതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ അപ്രോണിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ പക്കയാണ്. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ലെന്ന് ഗ്യാരണ്ടിയാണ് കേട്ടോ. 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 2,10,000 കിലോമീറ്ററാണ് ഓടിയില്ല കേട്ടോ. എക്സ്ട്രാ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു 50-60% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലേ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത്. ഡൗൺ കോട്ട് പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടി യൂസ് വാഹനമാണ്. നമുക്ക് പാർക്കാൻ സെയിൽ വന്ന വാഹനമാണ് കേട്ടോ. ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്തോ മരം എന്തോ വീണിട്ടേ ഈ ഒരു ഭാഗം ചെറുതായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട്. മെക്കാനിക്കലൊക്കെ പക്കയാണ്. മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പം സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണുള്ളത്. കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതേപോലെ ഇതിൻ്റെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോഴേ അപ്രോണിൻ്റെ സൈഡൊക്കെ പക്കയാണ്. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുക. ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ചേസ് ബെൻഡോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തൊക്കെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ്. ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ഉണ്ട്. ബോണറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് 2 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ വാഹനത്തിന് നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് 9,50,000 രൂപയ്ക്ക് നിങ്ങളെ പേരിലാക്കി തരുന്ന റേറ്റാണ് കേട്ടോ. അതേപോലെ 2011 മോഡൽ 4x4 വാഹനം ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് 8,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.